ഓർത്ത് സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ കുറവുകളെ ഓർത്ത് പരാതിപ്പെടുന്നവരാണ്? എൻ്റെ ദൈവമേ, നീ എനിക്ക് മാത്രം ഇങ്ങനെ എന്തിനു നൽകി എന്ന് പരാതി പറയുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നുണ്ട്. അത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. കിട്ടുന്ന ഓരോ കാര്യങ്ങളിലും നന്ദി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തതിലും ദൈവം തന്നു തുടങ്ങും. ചുമ്മാ പറയുമല്ല. ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ ലൈഫിൽ നടന്ന ഒരു അത്ഭുതത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത്. നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇല്ലാത്തതിനെയും ദൈവം കൊണ്ടുതരും. നമ്മളുടെ കുറവുകളെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുതരും. ഇനി നമ്മൾ ബ്യൂട്ടി ആൻഡ് എന്താ പറയുക, നല്ല സംസാരം, ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങളാണ് ബ്യൂട്ടിനെസ് കാണുന്ന സമയത്ത് അതിനെ വർണ്ണിക്കുക. വാവ്, വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ, അല്ലെങ്കിൽ അവിടെ ശരി എന്ത് രസമുണ്ട് കാണാൻ, അല്ലെ അവളെ കാണാൻ എന്ത് രസമുണ്ട്, അവനെ കാണാൻ എന്ത് ഇഷ്ടമുണ്ട്, അവൻ ധരിച്ചിരിക്കുന്ന ഷർട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ബാക്കിയുള്ളവരിലും നല്ല ഒരു സൗന്ദര്യം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സൗന്ദര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഡാം ഷുവർ, ചുമ്മാ പറയുകയല്ല. ഇതും ലൈഫിൽ നിന്ന് തന്നെ പറയുകയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് മാറിപ്പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവ് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രസന്റിൽ ജീവിക്കണം. പാസ്റ്റ് ഓർത്തിരുന്ന് വിഷമിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, പാസ്റ്റിനെ കുറിച്ച് മാത്രം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വരുന്നതും കൂടി പോകും. പാസ്റ്റ് കട്ടാക്കിയിട്ട് പ്രസന്റ് മാത്രം ജീവിക്കുക, പ്രസന്റിൽ ജീവിക്കുക. പാസ്റ്റ് എന്തിനാ വെറുതെ? പോയത് പോട്ടെ. പാസ്റ്റ് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പേപ്പർ തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറേ ലെസൺസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചെടുത്തിട്ട് നമ്മളുടെ ജീവിതത്തെ ഒന്ന് എന്താ പറയുക കുറച്ചുകൂടി നന്നായിട്ട് ബിൽഡ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ നെഗറ്റീവ്നെസ്സിനെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, കുറവുകളെ കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുകയാണെങ്കിൽ ദൈവം നല്ലത് തന്നെ നിങ്ങൾക്ക് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്മൈൽ ആൻഡ് ബി